അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം പതിവ് പോലെ പണമല മോഷ്ടിച്ച് ഒരു റെയിൽവേ പാളത്തിൻ്റെ അടുത്തിരുന്ന് മാഞ്ചസ്റ്റർ ബ്ലാക്കും വീറയും എണ്ണിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മാഞ്ചസ്റ്റർ ബ്ലാക്കിന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ തലവേദന പുള്ളിക്കാരനുണ്ടാവുകയാണ്. ആ തലവേദന കാരണം എണിക്കാൻ പറ്റാത്ത രീതിയിൽ നിലത്ത് കിടന്ന് കുഞ്ഞു മാഞ്ചസ്റ്റർ ബ്ലാക്ക് കരഞ്ഞു. ആ ഒരു സമയത്ത് തന്നെ തൻ്റെ ചേട്ടൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുന്ന കുഞ്ഞു വീറ മറ്റൊരു കാഴ്ച കാണുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് മാഞ്ചസ്റ്റർ ബ്ലാക്കും വീറയും ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ അടുത്തു നിന്നായിരുന്നു പണം മോഷ്ടിച്ചിരുന്നത്. ഇപ്പോൾ ആ ഭാര്യയും ഭർത്താവും 2 പോലീസുകാരുടെ സഹായത്തോടെ വീറയെയും മാഞ്ചസ്റ്റർ ബ്ലാക്കിനെയും കണ്ടെത്തിയിരിക്കുകയാണ്. വീണ് കിടക്കുന്ന തൻ്റെ ചേട്ടനായ മാഞ്ചസ്റ്റർ ബ്ലാക്കിനെ എഴുന്നേറ്റ് ഓടുവാൻ സാധിക്കാത്തതുകൊണ്ട് ചേട്ടനെ രക്ഷിക്കുവാനായി തൻ്റെ അടുത്തേക്ക് വരുന്ന പോലീസുകാരുടെ നേരെ കല്ലുകൾ വലിച്ചെറിഞ്ഞ് അവരെ ഓടിച്ചുവിടുവാൻ വീറ നോക്കിയെങ്കിലും ആ പോലീസുകാർ ഓടിപ്പോകാതെ വീറയെ പിടിക്കുവാൻ തന്നെ നോക്കുകയാണ്. അങ്ങനെ ആ ഓട്ടപ്പിടുത്തത്തിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു വീറ അവിടെയുള്ള റെയിൽവേ പാളത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ട്രെയിനിൻ്റെ മുന്നിലേക്ക് തെറിച്ച് വീഴുകയാണ്. ആ കറക്റ്റ് സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ആ ട്രെയിൻ തട്ടി ഇപ്പോൾ വീറ തട്ടിപ്പോകാൻ പോവുകയാണ്.